പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന ഈ പാതയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അതെ, KK റോഡിന്റെ ചരിത്രം. 1863 റാണി ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ് KK റോഡിന്റെ പണി ആരംഭിക്കുന്നത്. ഇതിന് കാരണമായത് 1845 മുണ്ടക്കയത്തെത്തിയ മിഷണറി ബേക്കർ ജൂനിയറാണ്. അന്നും മുണ്ടക്കയം മുതൽ കുമിളി വരെ നടപ്പാത ഉണ്ടായിരുന്നു. ഏലവും തേയിലയും കുരുമുളകും തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ കണ്ണുവച്ച് വ്യാപാരത്തിന് വന്ന ബ്രിട്ടീഷുകാർക്ക് ചരക്ക് നീക്കത്തിന് റോഡ് അത്യാവശ്യമായി വന്നു. അവരുടെ അഭ്യർത്ഥന പ്രകാരം തിരുവിതാംകൂർ ദിവാനാണ് ഈ നടപ്പാതയെ കാളവണ്ടിപ്പാതയായി വികസിപ്പിച്ചത്. 8 വർഷങ്ങൾ കൊണ്ടാണ് ഘോരവനത്തിലൂടെയുള്ള കാളവണ്ടിപ്പാത വികസിപ്പിച്ചത്. 4 വർഷം കൊണ്ട് കോട്ടയം മുതൽ മുണ്ടക്കയം വരെയും പിന്നെ 4 വർഷങ്ങൾ കൊണ്ട് മുണ്ടക്കയം മുതൽ കുമിളി വരെയും ഘട്ടഘട്ടമായിട്ടാണ് പണി നടന്നത്. ഓരോ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകളാണ് റോഡ് നിർമ്മാണത്തിനായി പങ്കാളികളായത്. ഘോരവനങ്ങളും ആഴമേറിയ കൊക്കകളും ചെങ്കുത്തായ പാറകളും പേമാരിയും പ്രളയവും വന്യമൃഗങ്ങളുടെ ആക്രമണവും എല്ലാം റോഡ് പണി അതീവ ദുഷ്കരമാക്കി. ഒരു യുദ്ധത്തിന് പോകുന്നത് പോലെയായിരുന്നു ആളുകൾ റോഡ് പണിക്ക് പോയിരുന്നത്. കാരണം പല ആളുകളും തിരിച്ചു വരില്ലായിരുന്നു. സായിപ്പന്മാരുടെ മേൽനോട്ടത്തിൽ ആദിവാസികളെയും നാട്ടുകാരെയും കൊണ്ടാണ് പാതപണി ആരംഭിച്ചത്. റോഡ് പണിക്ക് സായിപ്പന്മാർ കുതിരപ്പുറത്തിരുന്ന് നേതൃത്വം നൽകി. 2000 ആളുകൾ വരെ ഒരേ സമയത്ത് പണി ചെയ്ത ദിവസങ്ങളുമുണ്ട്. പലരും മലമ്പനിയും തുള്ളൽപ്പനിയും പിടിച്ച് മരണപ്പെട്ടു. KK റോഡിന്റെ പണിയുടെ സമയത്ത് ഏറ്റവും വലിയ അപകടമുണ്ടായത് പാമ്പാടിയിലാണ്. ഒരു വലിയ പാറ പൊട്ടിക്കുന്നതിനിടയിൽ പണിതിരുന്ന ആളുകളുടെ മുകളിലേക്ക് കൂറ്റൻ പാറ മറിഞ്ഞു വീഴുകയായിരുന്നു. എത്ര ആളുകൾ മരിച്ചുവെന്ന് ഇന്നും അജ്ഞാതമാണ്. അവരെ പാമ്പാടി കാളച്ചന്തയുടെ സമീപത്താണ് മറവ് ചെയ്തത്. റോഡ് പണി മുണ്ടക്കയത്തെത്തിയപ്പോൾ മുമ്പോട്ടുള്ള വഴി നിർണയിച്ചത് ആനത്താര നോക്കിയായിരുന്നു. അതായത് ഇപ്പോൾ ഈ കാണുന്ന KK റോഡ് പണ്ട് ആനകൾ സഞ്ചരിച്ചിരുന്ന വഴികളായിരുന്നെന്ന് ചുരുക്കം. വിഷമുള്ളുകളും ഉഗ്രവിഷമുള്ള പാമ്പുകളുമുള്ള വനങ്ങൾ വെട്ടിത്തെളിക്കാൻ മടിച്ച പണിക്കാരെയും നാട്ടുകാരെയും ആദിവാസികളെയും കൊണ്ട് പണിയെടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് സായിപ്പന്മാർ ഒരു സൂത്രം കണ്ടെത്തി. ഈ സ്ഥലങ്ങളിലെല്ലാം വെള്ളി സ്വർണ്ണ നാണയങ്ങൾ വിതറി. ഇത് കരസ്ഥമാക്കാനായി എല്ലാവരും കാടുകൾ വെട്ടിത്തെളിച്ച് വെടിപ്പാക്കും. കുറെ ആളുകൾ ഇതിനിടയിൽ പാമ്പുകടിയേറ്റ് മരിക്കും. ബാക്കിയുള്ളവർക്ക് സ്വർണവും വെള്ളിയും കിട്ടും. സായിപ്പന്മാർക്ക് പണിയും നടന്നു കിട്ടും. കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു ഇത്. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വർണം വിതറിയ സ്ഥലത്തിന് പൊൻകുന്നം എന്ന പേര് വന്നു അത്രേ. 165 വർഷങ്ങൾക്ക് മുമ്പ് നടവഴിയായിരുന്ന കാട്ടുപാതയാണ് KK റോഡെന്ന് ചരിത്ര രേഖകൾ പറയുന്നു. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് KK റോഡ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് അദ്ദേഹം കോട്ടയം തൊട്ട് കുമിളി വരെ ഈ റോഡിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. പിന്നീട് പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ഈ റോഡിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. KK റോഡ് ടാറിട്ടത് 65 വർഷങ്ങൾക്ക് മുമ്പാണ്. 8 സീറ്റുകളുള്ള കൽക്കരി ഉപയോഗിച്ചുള്ള ബസ്സുകളാണ് ആദ്യം സർവീസ് നടത്തിയത്. ഈ ബസ്സുകളെ കരിവണ്ടി എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. 150 മുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്നും കുമിളിയിലേക്ക് കാളവണ്ടി സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എത്ര ദിവസം കൊണ്ടാണ് കാളവണ്ടി എത്തിച്ചേരുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ബ്രിട്ടീഷുകാർ കച്ചവടത്തിനും നായാട്ടിനും വേണ്ടി ആനത്താര നോക്കി സഞ്ചരിച്ചതാണ് KK റോഡിന്റെ അടിസ്ഥാനം. ഇതിന്റെ നിർമ്മാണത്തിന് ആയിരങ്ങളാണ് മരണപ്പെട്ടത്. ഇന്ന് KK റോഡ് നാഷണൽ ഹൈവേ 183, അതായത് കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമാണ്. ഇപ്പോൾ എത്ര സുന്ദരമാണ് ഈ വഴികളിലൂടെയുള്ള സഞ്ചാരം. സ്വർഗതുല്യമായ ഹൈറേഞ്ചിലേക്ക് നീളുന്ന മനോഹരമായ പാത, ഗതകാല തരള സ്മൃതികൾ ഉണർത്തുന്ന പ്രകൃതി രമണീയമായ സുന്ദര ഭൂമികയിലേക്കുള്ള യാത്ര, സഞ്ചാരികൾ കൊതിക്കുന്ന പാത. അതെ, കോട്ടയം കുമിളി റോഡിലൂടെയുള്ള യാത്ര. KK റോഡിന്റെ പണിക്കിടയിൽ മരിച്ചു വീണ ആയിരങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ദയവായി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.